എൻ്റെ ദൈവത്തിന് എൻ്റെ ഹൃദയത്തെ അറിയാം, എൻ്റെ വിഷയത്തെ അറിയാം, എൻ്റെ എല്ലാ സാഹചര്യങ്ങളെ അറിയാം. എൻ്റെ ദൈവം വിശ്വസ്തൻ. വലിയവനായ ദൈവത്തിൻ്റെ മഹത്വം ഉണ്ടായിരിക്കട്ടെ. ദൈവവചനവുമായിട്ട് നിങ്ങളോടൊപ്പമായിരിക്കുന്നതിൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അല്പനേരത്തെ ചിന്തയ്ക്കായിട്ട് നമുക്ക് മത്തായി 7 അതിൻ്റെ 13-14 നമുക്ക് വായിക്കാം. മത്തായി 7 13-14. ഇടുക്ക് വാതിലൂടെ അകത്ത് കടപ്പീൻ. നാശത്തിലേക്ക് പോകുന്ന വാതിൽ വീതിയുള്ളതും വഴി വിശാലവും അതിൽ കൂടി കടക്കുന്നവർ അനേകരുമാകുന്നു. ജീവങ്കിലേക്ക് പോകുന്ന വാതിൽ ഇടുക്കവും വഴി ഞെരുക്കവുമുള്ളത്, അത് കണ്ടെത്തുന്നവർ ചുരുക്കമത്രേ. ആമേൻ. നമുക്ക് വളരെ സുപരിചിതമായ ഒരു ഭാഗമാണിത്. മത്തായി 5, 6, 7 നമ്മൾ പഠിക്കുമ്പോൾ നമുക്കറിയാം യേശുവിൻ്റെ ഗിരിപ്രഭാഷണമാണ്. അതിൻ്റെ അവസാന ഭാഗത്തിലോട്ട് വരുമ്പോൾ യേശു പറയുന്നൊരു കാര്യമാണ്, നമ്മുടെ മുന്നിൽ 2 വഴികളുണ്ട്. ഒന്ന് വിസ്തൃതിയുള്ള വഴിയും ഒന്ന് ഇടുക്കമുള്ള ഒരു വഴിയും. പലപ്പോഴും നമുക്ക് ഈ സത്യം അറിയാമെങ്കിൽ പോലും നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൻ്റെ അകത്ത് നമുക്ക് ഏറ്റവും വിഷമമുള്ളൊരു കാര്യമാണ് ഈ ഇടുക്കമുള്ള വഴിയിൽ കൂടെ പോകുക എന്നുള്ളത്, അല്ലേ? ഇപ്പോൾ നമ്മൾ വണ്ടി ഓടിക്കുന്നവരടുത്തൊക്കെ ചോദിച്ചാൽ ഹൈവേ കൂടെ പോകുന്നവർക്ക് ഏറ്റവും ഇഷ്ടം അതിലേക്കൂടെ പോകുന്നതാണ്. പക്ഷെ ഒരു ഇടുക്കമുള്ള ഒരു വഴി, ഇപ്പം നമ്മുടെ ഇവിടെ എവിടെയെങ്കിലും ഒരു പ്രാർത്ഥന നടക്കുവാണെങ്കിൽ നമ്മൾ ആദ്യമേ ചോദിക്കുന്നൊരു കാര്യമുണ്ട്, വീട് വരെ വണ്ടി വരുമോ അതോ പുറത്തിടണോ എന്നുള്ളതാണ്, അല്ലേ? എന്ന പോലെയാണ് ക്രിസ്തീയ ജീവിതത്തിൻ്റെ അകത്തും നമുക്കറിയാം ഒരു ഇടുക്കമായ ഒരു വഴി കൂടാണ് നമ്മൾ പോകേണ്ടതെന്ന് പലപ്പോഴും നമുക്ക് ബോധ്യങ്ങളുണ്ട്. പക്ഷേ പലപ്പോഴും ഈ ക്രിസ്തീയ ജീവിതം ബുദ്ധിമുട്ട് എന്ന് പറയുന്നതിൻ്റെ ഒരു കാരണം ഈ ഇടുക്കമുള്ള വഴിയിൽ കൂടെ മാത്രമേ നമുക്ക് ദൈവത്തെ കണ്ടെത്തുവാൻ കഴിയത്തുള്ളൂ. അതൊരു വാസ്തവമായ കാര്യമാണ്. പക്ഷേ പലപ്പോഴും അത് നമുക്കൊരു ബുദ്ധിമുട്ടായി തോന്നുന്നതിൻ്റെ കാരണം നമ്മൾ ശരിക്കും ദൈവത്തെ അറിയേണ്ടതുപോലെ അറിയാത്തത് കൊണ്ടാണ്. ഞാൻ ഈ വാക്യം വായിക്കുമ്പോൾ അല്ല ധ്യാനിക്കുമ്പോൾ എൻ്റെ ഹൃദയത്തിൽ പരിശുദ്ധാത്മാവ് ഇടപെട്ട കുറച്ച് ചിന്തകളാണ് നമ്മൾ ഇന്ന് ഒരുമിച്ച് ചിന്തിക്കാൻ പോകുന്നത്. കാരണം നമ്മൾ ഈ മത്തായി 7, 13, 14 വരുമ്പം യേശു ഈ വാക്യം പറയുന്നതിന് മുന്നേ, അല്ലെങ്കിൽ ഈ കാര്യം പറയുന്നതിന് മുന്നേ നമ്മളെ പ്രാർത്ഥനയെക്കുറിച്ച് പഠിപ്പിച്ചു. എന്തിനാ പ്രാർത്ഥന പഠിപ്പിച്ചതെന്ന് ചോദിച്ചാൽ, നമ്മുടെ സ്വർഗസ്ഥനായ പിതാവിനെക്കുറിച്ച് നമുക്കൊരു ബോധ്യമുണ്ടായാൽ പിന്നെ നമ്മുടെ മുന്നിലുള്ള ഏത് വഴിയും എടുക്കുവാൻ നമുക്ക് കഴിയും. ഞാൻ പറയുന്നതൊക്കെ മനസ്സിലാവുന്നുണ്ടോ? നമ്മുടെ മുന്നിലിരിക്കുന്ന വഴി എടുക്കുവാൻ നമുക്ക് ബുദ്ധിമുട്ട് വരുന്നതിൻ്റെ കാരണം ഞാൻ ആരെയാണ് സേവിക്കുന്നത്, ആരാണ് എൻ്റെ കൂടെ ഉള്ളത് എന്ന ബോധ്യം നമുക്ക് നഷ്ടപ്പെടുന്നത് കൊണ്ടാണ്. കാരണം ഈ ദൈവവചനം നമ്മളോട് പറയുന്നൊരു കാര്യമുണ്ട്, നമുക്ക് മറ്റൊരു വഴി ഇല്ല. ജോൺ സ്റ്റോട്ട് എന്ന കർത്തൃദാസൻ പറയുന്നത്, ദർ ഇസ് നോട്ട് ആൻ ഓൾട്ടർനേറ്റീവ് വേ. ഈ വചനം നമ്മൾ വായിച്ചാൽ നമ്മൾ കാണുന്നൊരു കാര്യമുണ്ട്, ദർ ഇസ് ഓൺലി 2 വേ, ദർ ഇസ് ഓൺലി 2 ഗേറ്റ്, ദർ ഇസ് ഓൺലി 2 ഗ്രൂപ്പ്, ദർ ഇസ് ഓൺലി 2 ഡെസ്റ്റിനേഷൻ. നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടോ? ഒരു ഓൾട്ടർനേറ്റീവ് വേ ഇല്ല, ഒരു 3rd ഗ്രൂപ്പില്ല, ഒരു 3rd ഡെസ്റ്റിനേഷൻ ഇല്ല. മറ്റൊരർത്ഥത്തിൽ ഇതിലേതെങ്കിലും ഒന്ന് തിരഞ്ഞെടുത്തേ പറ്റൂ. ഇന്ന് രാവിലെ നമ്മൾ ഈ ദൈവവചനം ധ്യാനിക്കുമ്പോൾ എൻ്റെ പ്രാർത്ഥന ഇതാണ്, ഈ ഇടുക്കമുള്ള വഴിയിൽ കൂടെ പോകുവാൻ ഈ ദൈവവചനം ധ്യാനിച്ചതിന് ശേഷം നമ്മുടെ ഹൃദയത്തിൻ്റെ അകത്തൊരു സന്തോഷം ഉണ്ടാകട്ടെ, നമ്മുടെ ഹൃദയത്തിൻ്റെ അകത്തൊരു പ്രാർത്ഥന ഉണ്ടാകണം. പിതാവേ, അങ്ങ് എന്നെ വിളിക്കുന്നത് ഈ വഴിയിൽ കൂടെ കടന്നു പോകുവാനാണെങ്കിൽ ദൈവമേ, കടന്നു പോകുവാനുള്ളൊരു കൃപ എൻ്റെ മേൽ പകർന്നു തരണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ദൈവവചനം ധ്യാനിച്ചു തുടങ്ങാം. മത്തായി 6 അതിൻ്റെ 5, 6, 7, 8 വാക്യങ്ങൾ നമുക്ക് ആദ്യം വായിച്ചു തുടങ്ങാം. നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ കപടഭക്തിക്കാരെ പോലെ ആകരുത്. അവർ മനുഷ്യർക്ക് വിളങ്ങേണ്ടതിന് പള്ളികളിലും തെരുക്കോണുകളിലും നിന്നുകൊണ്ട് പ്രാർത്ഥിപ്പാൻ ഇഷ്ടപ്പെടുന്നു. അവർക്ക് പ്രതിഫലം കിട്ടിപ്പോയി എന്ന് ഞാൻ സത്യമായി നിങ്ങളോട് പറയുന്നു. നീയോ പ്രാർത്ഥിക്കുമ്പോൾ അറയിൽ കടന്ന് വാതിലടച്ച് രഹസ്യത്തിലുള്ള നിന്റെ പിതാവിനോട് പ്രാർത്ഥിക്കുക. രഹസ്യത്തിൽ കാണുന്ന നിന്റെ പിതാവ് നിനക്ക് പ്രതിഫലം തരും. നമുക്ക് ആദ്യത്തേത് നമ്മളവിടെ കാണുന്നത് യേശു പ്രാർത്ഥന പഠിപ്പിക്കുന്നതാണ്. ഇന്ന് നമ്മൾ ഒരുമിച്ച് ചിന്തിക്കാൻ പോകുന്ന ആദ്യത്തെ ചിന്ത നിങ്ങളവിടെ ശ്രദ്ധിച്ചാൽ, അവിടെ യേശു പറയുവാണ്, നിങ്ങൾ പ്രാർത്ഥിക്കുവാൻ കയറിയിരിക്കുമ്പോൾ നിങ്ങളെ രഹസ്യത്തിൽ
കാണുന്ന ഒരു പിതാവുണ്ട്. There is a heavenly Father who sees us. നിങ്ങൾ ശ്രദ്ധിക്കുന്നോ? ഈ പ്രാർത്ഥന കേട്ടു എന്നല്ല പറഞ്ഞേ, ഞാനും നിങ്ങളും പ്രാർത്ഥിക്കാൻ ചെന്നിരിക്കുമ്പോൾ എന്നെയും നിങ്ങളെയും ശ്രദ്ധിക്കുന്ന ഒരു സ്വർഗസ്ഥനായ പിതാവ്. പലപ്പോഴും നമ്മൾ പ്രാർത്ഥനയെക്കുറിച്ച് പറയുമ്പോൾ നമ്മൾ പറയുന്നൊരു കാര്യമുണ്ട്, പ്രാർത്ഥന എന്ന് പറയുന്നത് ഒരു എമർജൻസി ലൈനാണെന്ന്. പക്ഷേ ഈ ദൈവവചനം വായിക്കുമ്പോൾ ഈ വചനം എന്നോട് പറയുന്നു, പ്രാർത്ഥന എൻ്റെ എമർജൻസി ലൈൻ അല്ല എന്ന് പറഞ്ഞാൽ, ഞാൻ പ്രാർത്ഥിച്ചു തുടങ്ങുന്നതിന് മുന്നേ, എൻ്റെ ആവശ്യം അറിയുന്നതിന് മുന്നേ എൻ്റെ നാഥൻ എന്നെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ. ഇന്ന് രാവിലെ നിങ്ങൾ ഇവിടെ ഇരിക്കുമ്പോൾ നിങ്ങളുടെ ഹൃദയത്തിൻ്റെ അകത്ത് ഈ ബോധ്യമുണ്ടായിരിക്കണം, ഞാൻ പ്രാർത്ഥിച്ചത് കൊണ്ടല്ല എൻ്റെ ദൈവത്തിൻ്റെ ശ്രദ്ധ എൻ്റെ മേൽ വന്നത്, ഞാൻ പ്രാർത്ഥിച്ചു തുടങ്ങുന്നതിന് മുന്നേ എൻ്റെ ദൈവം എന്നെ ശ്രദ്ധിക്കുന്നുണ്ട്. ഹല്ലേലൂയ. ഈ ഒരു ബോധ്യം നമ്മുടെ അകത്ത് വന്നാൽ പലപ്പോഴും നമ്മുടെ അകത്തെ ചിന്ത എന്താണെന്നറിയാമോ? ഞാൻ പ്രാർത്ഥിക്കാത്തത് കൊണ്ടാണ് എൻ്റെ ജീവിതത്തിൽ ചിലത് സംഭവിക്കുന്നതെന്ന്. അതാണ് നമ്മളെ ഭയപ്പെടുത്തുന്നത്. ഇന്ന് പലരും പ്രാർത്ഥിക്കുവാനുള്ള ഒരു കാരണം, ഞാൻ പ്രാർത്ഥിച്ചില്ലെങ്കിൽ എൻ്റെ ജീവിതത്തിൽ എന്തെങ്കിലും പറ്റുമെന്നുള്ളൊരു ചിന്തയുണ്ട്. പക്ഷെ ഞാൻ ഇന്ന് രാവിലെ നിങ്ങളോട് പറയട്ടെ, ഞാനും നിങ്ങളും പ്രാർത്ഥിക്കുന്നത് കൊണ്ടല്ല ദൈവം വിടുവിക്കുന്നത്. ഞാൻ മകനും മകളുമാകിയാൽ എനിക്ക് വേണ്ടി കരുതുന്ന ഒരു സ്വർഗസ്ഥനായ പിതാവുണ്ടെന്നൊരു ബോധ്യം ഇന്ന് രാവിലെ ഈ ദൈവവചനം ധ്യാനിക്കുമ്പോൾ ഈ ബോധ്യം നമ്മുടെ അകത്തൊന്നുണ്ടാകണം. നമുക്കറിയാം, നമ്മുടെ കുഞ്ഞുങ്ങൾ കളിക്കാനായിട്ട് പോകുമ്പോൾ, അല്ലെങ്കിൽ ഇവിടെ തന്നെ അവർ കളിക്കുമ്പോൾ, നമ്മുടെ ഒരു കണ്ണ് എപ്പോഴും അവരുടെ മേൽ കാണും, ഇല്ലേ? നമ്മൾ എത്ര ബിസി ആണെങ്കിലും, നമ്മൾ എന്ത് കാര്യം ചെയ്താലും ഒരിക്കലും നമ്മുടെ കണ്ണ് അവരിൽ നിന്ന് വിട്ടുപോകത്തില്ല. എന്നതുപോലെ ഇന്ന് ഈ ദൈവവചനം എന്നോടും നിങ്ങളോടും പറയുകയാണ്, എൻ്റെ നാഥൻ്റെ കണ്ണുകൾ നമ്മളിൽ നിന്ന് മാറുകയില്ല. നമ്മുടെ ജീവിതത്തിൻ്റെ ഏത് താഴ്വരയിൽ കൂടെ കടന്നു പോയാലും, കഷ്ടതയുടെ നടുവിൽ കൂടെ കടന്നു പോയാലും, എൻ്റെ നാഥൻ പറയാണ്, കുഞ്ഞേ, എൻ്റെ കണ്ണ് നിന്നെ വിട്ടു മാറുന്നില്ല, എൻ്റെ സാന്നിധ്യം നിൻ്റെ കൂടെയുണ്ട്, ഞാൻ നിൻ്റെ കൂടെയുണ്ട്, നിന്നെ ഞാൻ ഒരു നാളും കൈവിടുകയില്ല, ഭയപ്പെടേണ്ട, ഞാൻ നിൻ്റെ കൂടെയുണ്ട്. അപ്പം നമ്പർ 1, ഞാനും നിങ്ങളും സേവിക്കുന്ന ദൈവം, ഹി സീസ് യു ആൻഡ് മീ, നമ്മളെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഇന്ന് എന്തെങ്കിലും ഒരു ഭാരത്തോടാണ് നമ്മൾ ഇതിൻ്റെ അകത്ത് കയറി വന്നതെങ്കിൽ നമ്മൾ പ്രാർത്ഥിക്കുന്നത് ഇങ്ങനെ ആയിരിക്കണം, അപ്പാ നീ എന്നെ നന്നായി അറിയുന്നുണ്ടല്ലോ, അങ്ങനെ കാണുന്നുണ്ടല്ലോ അപ്പച്ച, എൻ്റെ ജീവിതത്തിൽ ഞാൻ കടന്നു പോകുന്നത് എന്തെന്ന് എൻ്റെ നാഥൻ കാണുന്നുണ്ടെങ്കിൽ നമുക്ക് വേണ്ടി കരുതുവാൻ ദൈവമുണ്ട്. ഇനിയും നമ്മൾ അടുത്ത വാക്യം നമുക്ക് വായിക്കാം, 7-ാമത്തെ വാക്യം. പ്രാർത്ഥിക്കയിൽ നിങ്ങൾ ജാതികളെപ്പോലെ ജൽപ്പനം ചെയ്യരുത്, അതിഭാഷണത്താൽ ഉത്തരം കിട്ടുമെന്നല്ലോ അവർക്ക് തോന്നുന്നത്. അവരോട് തുല്യരാകരുത്, നിങ്ങൾക്ക് ആവശ്യമുള്ളത് ഇന്നതെന്ന് നിങ്ങൾ യാചിക്കും മുമ്പേ നിങ്ങളുടെ പിതാവ് അറിയുന്നുവല്ലോ. ആമേൻ. നിങ്ങൾ രണ്ടാമത് ശ്രദ്ധിക്കുന്നത് കണ്ടോ? എൻ്റെ പിതാവ് ഞാനും നിങ്ങളും പ്രാർത്ഥിക്കുന്നതിന് മുന്നേ നമ്മുടെ വിഷയം അറിയുന്ന ദൈവമാണ്. ഹല്ലേലൂയ. അപ്പോൾ ഒന്ന് നമ്മൾ കണ്ടത്, എൻ്റെ പിതാവ് ഞാൻ പ്രാർത്ഥിക്കുന്നതിന് മുന്നേ എന്നെ കാണുന്നുണ്ട്. 2, എൻ്റെ പിതാവ് ഞാൻ പ്രാർത്ഥിച്ചു തുടങ്ങുന്നതിന് മുന്നേ എൻ്റെ വിഷയം അറിയുന്നുണ്ട്. ഹല്ലേലൂയ. എന്ന് പറഞ്ഞാൽ ഞാനും നിങ്ങളും ഇന്നിവിടെ ഇരിക്കുമ്പോൾ നമുക്ക് പ്രാർത്ഥിക്കുവാൻ നമുക്ക് പരിമിതികളുണ്ട്, നമുക്ക് പല കാര്യങ്ങൾ പറഞ്ഞ് അവതരിപ്പിക്കുവാൻ പരിമിതികളുണ്ട്. പക്ഷേ ഇന്നിവിടെ ഇരിക്കുന്ന എല്ലാവരും ഒരുപോലെ പറയുമെന്ന് എനിക്ക് ഉറപ്പുള്ളൊരു കാര്യമുണ്ട്, ഞാൻ പ്രാർത്ഥിച്ചത് കൊണ്ടല്ല എൻ്റെ ജീവിതം ഇങ്ങനെ ആയത്, എൻ്റെ ദൈവം അതിനപ്പുറത്തായി കണ്ട് എനിക്ക് വേണ്ടി കരുതിയത് കൊണ്ടാണ് ഞാൻ ഇന്നും ഇവിടെ ഇരിക്കുന്നത്. എന്തുകൊണ്ടാണെന്നറിയാമോ? കാരണം എൻ്റെ പിതാവിന് അറിയാം ഞാൻ എന്തിൽ കൂടെ കടന്നു പോകുന്നത്, എൻ്റെ ബലഹീനത എന്താണ്, എൻ്റെ ബലം എന്താണ്, ഇതറിയാവുന്ന ഒരു പിതാവിനെയാണ് ഞാനും നിങ്ങളും സേവിക്കുന്നത്. ഈ ബോധ്യത്തോടെ നമ്മൾ വന്ന് പ്രാർത്ഥിക്കാനിരുന്നാൽ, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കേ, നമ്മുടെ പ്രാർത്ഥനയ്ക്കകത്ത് ഭയമല്ല, മറിച്ച് നമ്മുടെ പ്രാർത്ഥനയ്ക്കകത്ത് നമുക്കൊരു ബലം പ്രാപിക്കുവാൻ തുടങ്ങും. എന്താണ് ആ ബലം എന്നറിയാമോ? കാരണം എനിക്ക് പലതും പറഞ്ഞറിയിക്കാൻ പറ്റിയില്ലെങ്കിലും എൻ്റെ ദൈവത്തിന് എൻ്റെ ഹൃദയത്തെ അറിയാം, എൻ്റെ വിഷയത്തെ അറിയാം, എൻ്റെ എല്ലാ സാഹചര്യങ്ങളെ അറിയാം. എൻ്റെ ദൈവം വിശ്വസ്തൻ. ഇന്ന് രാവിലെ ഈ ബോധ്യം നമ്മുടെ അകത്തൊന്ന് വ്യാപരിക്കട്ടെ. ഇന്നൊരു പക്ഷേ നിങ്ങൾ ഭാരത്തോടാണ് ഇവിടെ വന്നിരിക്കുന്നതെങ്കിൽ, സങ്കടത്തോടാണ് വന്നിരിക്കുന്നതെങ്കിൽ,
നിങ്ങളുടെ അകത്ത് ഈ ബോധ്യമൊന്ന് വരട്ടെ. എൻ്റെ നാഥൻ എന്നെ അറിയുന്നത് പോലെ ഈ ഭൂമിയിൽ ആർക്കും അറിയുവാൻ കഴിയത്തില്ലെന്ന് നമ്മൾ പറയുമ്പോൾ നമ്മൾ അറിയേണ്ട ഒരു കാര്യമുണ്ട്. നമ്മളെ അറിയുക മാത്രമല്ല, നമ്മുടെ വിഷയത്തെ അറിയുന്ന ഒരു സ്വർഗസ്ഥനായ പിതാവിനെയാണ് ഞാൻ സേവിക്കുന്നത്. എത്ര മനോഹരമല്ലേ? നമ്മൾ ഈ ദൈവത്തിൻ്റെ കൂടെ നടക്കുമ്പോൾ ദൈവം പറയുകയാണ്, കുഞ്ഞേ എനിക്ക് നിന്നെ അറിയാം, ഐ നോ യു വെരി വെൽ. അതുകൊണ്ടാണ് നമ്മുടെ കൊച്ചു കുഞ്ഞുങ്ങൾ അവർ കരയുമ്പോൾ മാതാപിതാക്കൾക്കറിയാം അവരെന്തിനാ കരയുന്നതെന്ന്. മറ്റു പലർക്കും ആ കരച്ചിലുകൾ വ്യത്യസ്തമായ രീതിയിലായിരിക്കും അവർ ചിന്തിക്കുന്നത്. പക്ഷെ ഒരു മാതാവിനും പിതാവിനും അവർക്കറിയാം ആ കുഞ്ഞ് എന്തിനാ ഇപ്പോൾ കരയുന്നതെന്ന്. അങ്ങനെയെങ്കിൽ ഇന്ന് ഞാനും നിങ്ങളും ഇവിടെ ഇരുന്ന് കരയുമ്പോൾ മറ്റാർക്കും അത് മനസ്സിലായില്ലെങ്കിലും എന്നെ മനസ്സിലാക്കുന്ന, നിങ്ങളെ മനസ്സിലാക്കുന്ന, കണ്ണുനീർ തുടയ്ക്കുന്ന ഒരു സ്വർഗസ്ഥനായ പിതാവ് ഇന്നിവിടെ വന്നിട്ടുണ്ട്. ഹല്ലേലൂയ. ഇന്ന് നമ്മുടെ കണ്ണുനീരുകളെ തുടയ്ക്കുക മാത്രമല്ല, അതൊരു വെറും വാക്ക് പറഞ്ഞു പോകുന്ന നാഥനല്ല എൻ്റെ നാഥൻ. എൻ്റെ നാഥൻ നമ്മളോട് പറയുവാണ്, കുഞ്ഞെ നീ കടന്നു പോകുന്ന ഇടുക്കമുള്ള വഴിയുണ്ടല്ലോ, ഈ വഴിക്കകത്ത് ഞാൻ നിൻ്റെ കണ്ണുനീരിനെ തുടയ്ക്കുക മാത്രമല്ല, നിൻ്റെ കൂടെ നടന്ന് നിൻ്റെ വിഷയത്തിന് ഉത്തരം തരുവാൻ ഞാൻ മതിയായവനാണ്. മൂന്നാമത് നമ്മൾ ആ വാക്യങ്ങൾ വായിക്കുമ്പോൾ ഇങ്ങനെ പറയുന്നത്, കാണുന്ന ഈ പിതാവ് നമുക്ക് പ്രതിഫലം തരും. ഹി വിൽ റിവാർഡ് യു എന്നാണ് പറയുന്നത്. ഞാൻ ഈ വാക്യങ്ങൾ വായിക്കുമ്പോൾ എന്നെ അതിശയിപ്പിച്ചത്, എൻ്റെ നാഥൻ പറയുന്നത്, നീ പ്രാർത്ഥിച്ചതിന് ഞാൻ ഉത്തരം തരുമെന്നല്ല പറഞ്ഞേ, ഹി വിൽ റിവാർഡ് മീ എന്നാണ് പറഞ്ഞേ. ഞാനൊരു ഉദാഹരണം പറയാം. എൻ്റെ കുഞ്ഞ് ഒരു പക്ഷേ സ്കൂളിൽ നിന്ന് ഒരു ടൂറിന് പോകുകയാണ് എന്ന് നിങ്ങൾ വിചാരിക്കുക. അപ്പോൾ അവൻ എൻ്റെ അടുത്ത് വന്ന് പറയുന്നത് ഇങ്ങനെ ആയിരിക്കും, 500 രൂപയ്ക്ക് ടൂറിന് പോകട്ടെ. അപ്പോൾ ഞാൻ പറഞ്ഞു, കുഞ്ഞ് ഞാൻ 500 രൂപ തരാം എന്ന് പറഞ്ഞ് ഞാൻ അവനെ ടൂറിന് വിടുകയാണ്. അപ്പം നാളെയാണ് ടൂറെങ്കിൽ അവൻ ചോദിക്കാതെ അവന് വേണ്ടി ഞാൻ വസ്ത്രങ്ങൾ പോയി മേടിക്കും. അവൻ പോകുന്ന ആ ദിവസം അവൻ്റെ കയ്യിൽ ഞാനൊരു 1000 രൂപ വെച്ച് കൊടുക്കും. കാരണം അവൻ പോകുമ്പോൾ അവൻ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ, ആവശ്യമില്ലെന്ന് എനിക്കറിയാം, കാരണം ബസ്സിൽ പോകുന്നതുകൊണ്ട് അതിനുള്ള കാശൊക്കെ അതിൻ്റെ അകത്തുണ്ട്. പക്ഷേ ഞാൻ അവന് വേണ്ടതൊക്കെ കരുതും. ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? ഇതുപോലാണ് എൻ്റെ ദൈവം പറയണം, ഐ വിൽ റിവാർഡ് യു എന്ന് പറഞ്ഞാൽ ഞാൻ ചോദിച്ചതിനല്ല ദൈവം പലപ്പോഴും ഉത്തരം തരുന്നത്, അതിനപ്പുറം എനിക്ക് വേണ്ടി ദൈവം കരുതുന്നുണ്ട്. ഹല്ലേലൂയ. എത്ര മനോഹരമല്ലേ നമ്മുടെ ഈ ദൈവം. ഞാൻ ചോദിച്ചത് മാത്രമായിരുന്നു എൻ്റെ നാഥൻ തന്നിരുന്നെങ്കിൽ എൻ്റെയും നിങ്ങളുടെയും ജീവിതം ഇവിടെ എത്തത്തില്ലെന്ന് നമുക്കറിയാം അല്ലേ? കാരണം നമുക്ക് കാണുന്നതിന് പരിമിതികളുണ്ട്, എന്നാൽ പരിമിതികളില്ലാതെ കരുതുന്ന ഒരു നല്ല സ്വർഗസ്ഥനായ പിതാവ്. ഇന്ന് രാവിലെ നമ്മൾ ഈ വചനം ധ്യാനിക്കുമ്പോൾ എൻ്റെയും നിങ്ങളുടെയും ഹൃദയത്തിൻ്റെ അകത്ത് ഇറങ്ങിപ്പോകേണ്ട ഒരു ബോധ്യമുണ്ട്. എൻ്റെ നാഥൻ നമ്മളെ വെറുതെ വിളിച്ചതല്ല. അതുകൊണ്ടാണ് പൗലോസ് കൊലോസ്യ ലേഖനത്തിൻ്റെ അകത്ത് ഇങ്ങനെ പറഞ്ഞത്, വി നീഡ് ടു താങ്ക് ദ ഫാദർ, ദ ഹെവൻലി ഫാദർ. ഈ സ്വർഗസ്ഥനായ പിതാവിനെ നമ്മൾ സ്തുതിക്കണം. എന്തിനാണെന്നറിയാമോ? ഞാനും നിങ്ങളും പാപികളായിരിക്കെ നമ്മളെ വീണ്ടെടുത്തി നാഥൻ, എന്നിട്ട് നമ്മളെ പാപത്തിൽ നിന്ന് വിടുവിച്ചു സ്വന്തം പുത്രൻ്റെ രാജ്യത്തിൽ നമ്മളെ അവകാശികളാക്കി എന്ന് പറഞ്ഞാൽ, ഞാനും നിങ്ങളും പാപികളായി നടന്ന നമ്മളെ, മക്കളല്ലാത്ത നമ്മളെ കരുതുവാൻ ഈ പിതാവിന് മനസ്സുണ്ടായിരുന്നുവെങ്കിൽ ഇന്നും ഈ വഴിയിൽ കരുതുവാൻ ഈ പിതാവ് ശക്തനാണ്. പലപ്പോഴും നമ്മൾ രക്ഷയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ നമ്മൾ ചിന്തിക്കുന്നത് പാപത്തിൽ നിന്ന് വിടുവിച്ച് പിന്നെ മോനെ ഇനി നീ പൊയ്ക്കോ എന്ന് പറഞ്ഞു വിടുവാന്നാ. പക്ഷെ അങ്ങനല്ല വചനം പറയുന്നത്. വചനം പറയുന്നത്, ഈ നാഥൻ എന്നെ പാപത്തിൽ നിന്ന് വിടുവിച്ചുവെങ്കിൽ അങ്ങറ്റത്തോളം എന്നെ നടത്തുവാൻ ഈ പിതാവ് വിശ്വസ്തനാണ്. ഈ പിതാവ് ഞാൻ കൈയെടുത്താലും എൻ്റെ നാഥൻ കൈയെടുക്കത്തില്ല. കാരണം നമ്മുടെയൊക്കെ മക്കളെ നമ്മൾ നോക്കുമ്പോൾ നമുക്കറിയാമല്ലേ, അവരുടെ ഓരോ വളർച്ചയുടെ കാലഘട്ടത്തിൽ അവർക്ക് ചിലപ്പം തോന്നും അവർക്കെല്ലാം അറിയാമെന്ന് അല്ലേ. സംടൈംസ് അവർ നമ്മളോട് പറയും, ഓ ഡാഡി യു ഡോണ്ട് അണ്ടർസ്റ്റാൻഡ് വാട്ട് ഐ സേ അല്ലേ. കാരണം അവർക്ക് തോന്നും അവർക്കേ പല കാര്യങ്ങൾ അറിയത്തുള്ളൂ. പലപ്പോഴും നമ്മൾ ദൈവത്തോടും പലപ്പോഴും അങ്ങനെയാണ്. നമ്മൾ ദൈവത്തോട് ചില കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ ദൈവത്തിനെല്ലാം മനസ്സിലാകുന്നില്ല, അറിയുന്നില്ലെന്ന് തോന്നും. പക്ഷെ ദൈവം പറയുകയാണ്, കുഞ്ഞേ സ്റ്റിൽ ഐ ആം യുവർ ഫാദർ. ഇന്ന് രാവിലെ ഞാൻ ഈ വചനം പറയുമ്പോൾ ഇവിടെ ആരോ ചിലവർ നിങ്ങളുടെ ഹൃദയത്തിൻ്റെ അകത്ത് ചില വേദനകളുണ്ട്, നിങ്ങൾ വഴി മാറിപ്പോയ ചില സാഹചര്യങ്ങൾ. എന്നാൽ ഇന്ന് ദൈവസാന്നിധ്യത്തിൽ നിങ്ങളെ പരിശുദ്ധാത്മ മടക്കി വരുത്തുകയാണ്. ഈ മടക്കി വരുത്തുമ്പോൾ പരിശുദ്ധാത്മ പറയാണ്, കുഞ്ഞേ
ഐ ആം സ്റ്റിൽ യോർ ഫാദർ. ഞാനിപ്പോഴും നിൻ്റെ പിതാവാണ്. ഇതാ ബോധ്യം നമ്മുടെ അകത്തുണ്ടായിരിക്കട്ടെ. നമുക്കൊരു വാക്യം വായിക്കാം. 1 ശമൂവേൽ 1:19-20. 1 ശമൂവേൽ 1:19-20. അനന്തരം അവർ അതികാലത്ത് എഴുന്നേറ്റു യഹോവയുടെ സന്നിധിയിൽ നമസ്കരിച്ച ശേഷം രാമയിൽ തങ്ങളുടെ വീട്ടിലേക്ക് പോയി. എന്നാൽ എൽക്കാന തൻ്റെ ഭാര്യയായ ഹന്നയെ പരിഗ്രഹിച്ചു. യഹോവ അവളെ ഓർത്തു. ഒരാണ്ട് കഴിഞ്ഞിട്ട് ഹന്ന ഗർഭം ധരിച്ചു, ഒരു മകനെ പ്രസവിച്ചു. ഞാൻ അവനെ യഹോവയോട് അപേക്ഷിച്ചു വാങ്ങി എന്ന് പറഞ്ഞ് അവന് ശമൂവേൽ എന്ന് പേരിട്ടു. ആമേൻ. നമുക്ക് അറിയാവുന്ന ഒരു ഭാഗമാണ് 1 ശമൂവേൽ 1 എന്ന് പറയുന്നത്. ശമൂവേൽ പ്രവാചകൻ്റെ ജീവിതം ആരംഭിക്കുന്നതാണ് നമ്മൾ വായിക്കുന്നത്. എന്നാൽ നമ്മൾ ആ ഭാഗം വായിക്കുമ്പോൾ അവിടെ നമുക്ക് 3 പേരെ കാണാം: എൽക്കാന, ഹന്ന, പെനീന. ആ 1-ാം ചാപ്റ്റർ നമ്മൾ വായിച്ച് താഴോട്ട് വരുമ്പോൾ പെനീനയ്ക്ക് കുഞ്ഞുങ്ങളുണ്ട്, എന്നാൽ ഹന്നയ്ക്ക് കുഞ്ഞുങ്ങളില്ല. എന്നാൽ താൻ എന്നും ഓരോ വർഷവും ദൈവത്തെ കാണുവാൻ വേണ്ടി, ദൈവത്തിന് യാഗം കഴിക്കുവാൻ വേണ്ടി ആലയത്തിൽ പോകുന്നു. എന്നാൽ തൻ്റെ ജീവിതത്തിൽ വചനം പറയുന്നത് ദൈവം ഹന്നയുടെ വൂമ്പിനെ അടച്ചു. അതുകൊണ്ട് തന്നെ തനിക്ക് ഒരുപാട് പരിഹാസങ്ങൾ കേൾക്കേണ്ടി വന്നു. നമ്മുടെ ഇന്നത്തെ ഒരു ആത്മീയ ഭാഷയിൽ ഞാൻ ഇതിനൊന്ന് പറയട്ടെ. നമ്മുടെയൊക്കെ ക്രിസ്തീയ ജീവിതത്തിൻ്റെ അകത്ത് നമ്മൾ യാത്ര ചെയ്യുമ്പോൾ നമ്മൾ ചില വിഷയങ്ങൾ പ്രാർത്ഥിക്കും. നമ്മൾ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കും, പിതാവേ എനിക്ക് നീ ഇതിന് ഉത്തരം തരണം. അപ്പോൾ ആ സമയത്ത് നമ്മുടെ കൂടെ ചിലവർ കാണും. ഇവിടെ ഹന്നയുടെ കൂടെ പെനിന്യാസ് ഉണ്ടായിരുന്നു. അപ്പം ആദ്യത്തെ 1-2 വർഷം ഇവർ ഒരുമിച്ച് പ്രാർത്ഥിച്ച് കാണുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. എന്നാലൊരു 2-3 വർഷം കഴിഞ്ഞപ്പോൾ ഉത്തരമൊന്നും വരുന്നില്ല. പെനിന്യാസ് പറഞ്ഞു കാണും, ഇവക്കെന്തോ പ്രശ്നമുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ താഴോട്ട് വായിക്കുമ്പോൾ പെനിന്യാസ് പരിഹസിക്കാൻ തുടങ്ങി, തനിക്കെതിരെ സംസാരിക്കാൻ തുടങ്ങി. ഇന്ന് രാവിലെ ഈ ദൈവവചനം കേൾക്കുമ്പോൾ നിങ്ങൾ ചിലവരോട് ഞാൻ പറയട്ടെ, നമ്മുടെയൊക്കെ ക്രിസ്തീയ യാത്രയ്ക്കകത്ത് നമ്മൾ പ്രാർത്ഥിക്കുന്ന എല്ലാ വിഷയങ്ങളും അപ്പോൾ തന്നെ ഉത്തരം കിട്ടണമെന്നില്ല. ആ ഉത്തരങ്ങൾ വന്നില്ല എന്നതിൻ്റെ അർത്ഥം ദൈവം നമ്മളെ സ്നേഹിക്കുന്നില്ല എന്നതല്ല. എൻ്റെ ദൈവം നിശ്ചയമായും നമ്മളെ സ്നേഹിക്കുന്നുണ്ട്. പക്ഷെ നമ്മൾ ഈ വാക്യം പഠിക്കുമ്പോൾ നമ്മൾ കാണുന്നൊരു കാര്യമുണ്ട്. ദൈവം ഹന്നെ വൂമ്പടച്ചെന്നാണ് തിരുവചനത്തിൽ എഴുതിയിരിക്കുന്നത്. ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞാൽ നമ്മൾ ചിലപ്പോൾ പറയും, ചില വഴികളൊന്നും തുറക്കാതിരുന്നാൽ വർഷങ്ങളായി പ്രാർത്ഥിക്കുന്നു, ഒന്നും നടക്കുന്നില്ലെന്ന് തോന്നുമ്പോൾ ചിലർ പറയാറുണ്ട്, അയ്യോ ഇതെന്തോ പോരാട്ടമാണ്, എന്തോ ചില വിഷയങ്ങളാണെന്നൊക്കെ പറയും. പക്ഷെ വചനം പറയുന്നത് അത് പോരാട്ടമല്ല. അതിൻ്റെ മുന്നിൽ ദൈവത്തിന് ചില പദ്ധതികളുണ്ടായിരുന്നു. ആ പദ്ധതി എങ്ങനെയാ തിരിച്ചറിഞ്ഞതെന്നറിയാമോ? ഹന്ന തൻ്റെ അകത്ത് കരയുമ്പോൾ, തനിക്ക് വിഷമം വരുമ്പോൾ വചനം പറയുവാണ്, താൻ അപ്പോഴും ദൈവത്തെ അനുഗമിച്ചു. താൻ കരയുന്നുണ്ട്, തനിക്ക് പരിഹാസം കേൾക്കുന്നുണ്ട്, പക്ഷെ താൻ ദൈവത്തിൻ്റെ ആലയത്തിൽ ദൈവത്തെ കാണാൻ പോകുന്നുണ്ട്. നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടോ? എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൻ്റെ അകത്ത് വിഷയങ്ങളുടെ അകത്ത് ഉത്തരം വരാതിരിക്കുമ്പോൾ, മറ്റുള്ളവർ പരിഹസിക്കുമ്പോൾ നമ്മൾ ഉറപ്പ് വരുത്തേണ്ട ഒരു കാര്യമുണ്ട്. ഞാൻ കരഞ്ഞാലും എനിക്ക് വിഷമം തോന്നിയാലും ഈ ദൈവത്തെ ഞാൻ കൈവിടുകയില്ല. ആ ബോധ്യം നമ്മുടെ അകത്തുണ്ടാകുമെങ്കിൽ ഹന്നയിൽ പ്രവർത്തിച്ച ദൈവം എന്നിലും നിങ്ങളിലും പ്രവർത്തിക്കുവാൻ തുടങ്ങും. എന്താ പ്രവർത്തിച്ചതെന്ന് നിങ്ങൾക്കറിയാമോ? എന്താ സംഭവിച്ചതെന്ന് നിങ്ങൾക്കറിയാമോ? കുറച്ച് കഴിഞ്ഞപ്പോൾ ഹന്ന പ്രാർത്ഥിച്ചു, ദൈവമേ എനിക്കൊരു ആൺ പൈതലിനെ തരണമേന്ന്. അതുവരെയുമുള്ള വ്യത്യാസം എന്താണെന്നറിയാമോ? ഇതിനു മുന്നേ ഹന്ന പ്രാർത്ഥിച്ചു, ദൈവമേ എനിക്കൊരു കുഞ്ഞിനെ തരണമെന്നാണ്. എന്നാൽ ദൈവം തൻ്റെ അകത്ത് പ്രവർത്തിക്കുവാൻ തുടങ്ങിയപ്പോൾ തൻ്റെ പ്രാർത്ഥനയ്ക്കൊരു വ്യത്യാസം വരുവാൻ തുടങ്ങി. ആ വ്യത്യാസം എന്താണെന്നറിയാമോ? അപ്പാ നീ എനിക്കൊരു ആൺകുഞ്ഞിനെ തന്നാൽ ആ കുഞ്ഞിനെ ഞാൻ നിനക്ക് തരാം. ഇത് ഏത് കാലഘട്ടത്തിലാണെന്നറിയാമോ? ആ സമയത്തിൽ ഇസ്രായേലിൻ്റെ ആ കാലഘട്ടം എന്ന് പറയുന്നത് ആത്മീയ ശൂന്യത നടക്കുന്ന ഒരു സംഭവമാണ്. എന്നാൽ അതിൻ്റെ മധ്യേ ദൈവം ഒരു പ്രവാചകനെ എഴുന്നേൽപ്പിച്ചതിൻ്റെ കാരണം എന്താണെന്നറിയാമോ? ഒരു മാതാവ് എത്ര കരഞ്ഞിട്ടും എത്ര വിഷമം വന്നിട്ടും താൻ മുറുകെ പിടിച്ചിരുന്ന് പ്രാർത്ഥിച്ചു, ദൈവമേ എനിക്കൊരു ആൺ പൈതലിനെ തരണം. അങ്ങനെങ്കിൽ ഈ തലമുറയിൽ നിങ്ങളുടെ കുടുംബത്തിൽ ചില വിഷയങ്ങൾ നടക്കുമ്പോൾ, അതെത്ര വിഷമമുള്ളതാകട്ടെ, അത്ര കഠിനമുള്ളതാകട്ടെ, നിങ്ങൾ ദൈവത്തോട് പറയണം, അപ്പാ ഞാൻ നിന്നെ മുറുകെ പിടിക്കാൻ പോകുകയാണ്. അപ്പം ഞാൻ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുകയാണ്, എനിക്കറിയത്തില്ല എന്താണ് വിഷയമെന്ന്, എന്നാൽ അപ്പാ നിൻ്റെ ഹിതം എനിക്കൊന്ന് പറഞ്ഞു തരണം, അതിനനുസരിച്ച് പ്രാർത്ഥിക്കാൻ എനിക്കൊരു കൃപ തരുമെങ്കിൽ ദൈവവചനം പറയുന്നു, ഒരു അത്ഭുതം നിങ്ങളുടെ ജീവിതത്തിൽ നടക്കും. ഹല്ലേലൂയ. ദൈവമക്കളെ, പ്രാർത്ഥനകൾക്ക് ദൈവം ഉത്തരം തരുക തന്നെ ചെയ്യും.
അതുകൊണ്ടാണ് നമ്മൾ താഴെ വായിച്ച ആ വാക്യം നിങ്ങൾ ശ്രദ്ധിച്ചോ, യഹോവ ഓർത്തു എന്നത് അവിടെ എഴുതി വെച്ചിരിക്കുന്നത്. ദ ലോർഡ് റിമെമ്പേർഡ്. കേട്ടെന്നല്ല എഴുതിയത്, ഓർത്തു. എന്താ എൻ്റെ ദൈവം ഓർത്തതെന്നറിയാമോ? വർഷങ്ങൾക്ക് മുന്നേ താൻ പ്രാർത്ഥിക്കുന്ന ദൈവം ഓർക്കുന്നുണ്ട്. കണ്ണുനീർ ദൈവം ഓർക്കുന്നുണ്ട്. അനേകർ പരിഹസിച്ചത് ദൈവം ഓർക്കുന്നുണ്ട്. എൻ്റെ ദൈവം ഇതൊന്നും ഒരു നാളും മറക്കത്തില്ല. ഞാനും നിങ്ങളും സേവിക്കുന്ന ഈ ദൈവം, നമ്മൾ ദൈവത്തെ പറ്റിച്ചേർന്ന് നമ്മുടെ വിഷയത്തിൻ്റെ മേൽ നമ്മൾ പ്രാർത്ഥിക്കുമെങ്കിൽ ദൈവം ചില വിഷയങ്ങൾ നമ്മുടെ അകത്ത് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. ആ തക്ക സമയത്ത് ദൈവം ആഗ്രഹിക്കുന്ന നമ്മുടെ വായിൽ നിന്ന് വരുവാൻ ദൈവം കാത്തിരിക്കുകയാണ്. ആ കറക്റ്റായ കാര്യം ഹന്ന പറഞ്ഞപ്പോൾ വചനം പറഞ്ഞു, ദൈവം ഓർത്തു. ഇന്ന് രാവിലെ ഈ ദൈവവചനം പറയുമ്പോൾ നിങ്ങൾ ചിലവരെ ദൈവം ഓർക്കട്ടെ. ഇന്ന് ചിലർ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന വിഷയങ്ങളുടെ മേൽ ദൈവം ഒന്ന് ഓർക്കട്ടെ. ഇതുവരെയും അടഞ്ഞുപോയെന്ന് തോന്നിയ, ഇനി നടക്കത്തില്ലെന്ന് തോന്നിയ ചില വിഷയങ്ങളുടെ മേൽ ദൈവം ഈ രാവിലെ ഓർക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അത് കഴിഞ്ഞ് ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്. ഹന്ന പറഞ്ഞു, ഞാൻ ചോദിച്ചു, യഹോവ തന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് രാവിലെ നിങ്ങളുടെയും ജീവിതത്തിൽ ചില അത്ഭുതങ്ങൾ നടക്കട്ടെ. വരും ദിവസങ്ങളിൽ നിങ്ങൾക്കും പറയുവാൻ കഴിയട്ടെ, ഞാൻ ചോദിച്ചു, എൻ്റെ ദൈവം തന്നു. ഞാൻ എന്തെങ്കിലും ചോദിച്ചെന്നല്ല, എൻ്റെ ദൈവത്തിൻ്റെ ഹൃദയത്തിൻ്റെ ആലോചനകൾ കേട്ട് അതിനൊത്തവണ്ണം പ്രാർത്ഥിക്കുവാൻ ദൈവം എനിക്ക് കൃപ തന്നു. അങ്ങനെ കൃപ തന്നപ്പോൾ നമുക്ക് എഴുന്നേറ്റ് സാക്ഷി പറയുവാൻ കഴിയും, എൻ്റെ ദൈവത്തോട് ഞാൻ ചോദിച്ചു, എൻ്റെ നാഥൻ ചിലത് തന്നു. ഇത് രാവിലെ ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു. ഞാൻ പ്രവചനാത്മാവിൽ ചിലവരോട് പറയുകയാണ്, ശമൂവേലിനെ ഹന്നയ്ക്ക് ലഭിച്ചതുപോലെ നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപക്ഷെ ഒരു ജോലിയായിരിക്കാം, ചിലപ്പം ഒരു അത്ഭുതമായിരിക്കാം, ഒരു രോഗസൗഖ്യമാക്കാം. അത് സംഭവിക്കട്ടെ. ഇന്ന് ദൈവത്തിൻ്റെ സാന്നിധ്യം ഇവിടെ മൂവ് ചെയ്യുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമ്മൾ പ്രാർത്ഥിക്കുമെങ്കിൽ ചില വിടുതലുകൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ തുടങ്ങുകയാണ്. നമ്മൾ വായിച്ച വാക്യത്തിലോട്ട് നമുക്ക് മടങ്ങി വരാം. നമ്മൾ വായിച്ചത്, എൻ്റെ സ്വർഗസ്ഥനായ പിതാവ് കാണുന്നു, എന്നെ അറിയുന്നു, എന്നെ റിവാർഡ് ചെയ്യുന്നു. അടുത്തത് മത്തായി 6:30-34 വരെയുള്ള വാക്യങ്ങൾ വായിക്കാം. ഇന്നുള്ളതും നാളെ അടുപ്പിൽ ഇടുന്നതുമായ വയലിലെ പുല്ലിനെ ദൈവം ഇങ്ങനെ ചമയിക്കുന്നുവെങ്കിൽ അല്പവിശ്വാസികളെ, നിങ്ങളെ എത്രയധികം. ആകയാൽ നാം എന്തു തിന്നും, എന്തു കുടിക്കും, എന്തുടുക്കും എന്നിങ്ങനെ നിങ്ങൾ വിചാരപ്പെടരുത്. ഈ വകയൊക്കെയും ജാതികൾ അന്വേഷിക്കുന്നു. സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് ഇതൊക്കെയും നിങ്ങൾക്ക് ആവശ്യമെന്ന് അറിയുന്നുവല്ലോ. ആമേൻ. നമ്മൾ അടുത്ത് വായിച്ചു വരുമ്പോൾ അവിടെ യേശു പറയുവാണ്, നമ്മുടെ ഡെയിലി ലൈഫ് അല്ലേ. അപ്പോൾ നമ്മൾ പ്രാർത്ഥിക്കുവാൻ നമ്മൾ ദൈവസന്നിധിയിൽ വരുമ്പോൾ ദൈവം പറയുകയാണ്, കുഞ്ഞെ ഞാൻ കാണുന്നുണ്ട്, ഞാൻ അറിയുന്നുണ്ട്, ഞാൻ നിന്നെ റിവാർഡ് ചെയ്യുമെന്ന് പറഞ്ഞിട്ട് നമ്മുടെ അടുത്ത വിഷയമാണ്, ദൈവമേ എല്ലാ ദിവസവും ഞാൻ അങ്ങയുടെ അരികിൽ വരുമ്പോൾ എനിക്ക് എൻ്റേതായ പല ആവശ്യങ്ങളുണ്ട്. അവിടെ പരിശുദ്ധാത്മാവ് നമ്മളെ പഠിപ്പിക്കുകയാണ്, എനിക്കൊരു സ്വർഗസ്ഥനായ പിതാവുണ്ട്, എന്നെ എല്ലാ ദിവസവും കരുതുവാൻ. ഹല്ലേലൂയ. അതുകൊണ്ട് അവിടെ എഴുതി വെച്ചിരിക്കുന്നത് അല്പവിശ്വാസികളെ എന്ന് പറഞ്ഞാൽ, എൻ്റെ ജീവിതത്തിൽ എന്നെ എൻ്റെ ദൈവം വീണ്ടെടുത്തുവെങ്കിൽ ഓരോ ദിവസവും എന്നെ നടത്തുവാൻ എൻ്റെ ദൈവം വിശ്വസ്തനാണ്. നമ്മൾ വിലയേറിയതാണ്. ഈ ബോധ്യം നമ്മുടെ അകത്തുണ്ടായിരിക്കണം. പലപ്പോഴും നമുക്ക് ഇതൊക്കെ തിയറിറ്റിക്കലി അറിയാം, പക്ഷെ നമ്മുടെ ജീവിതത്തിലോട്ട് ഇത് വരുമ്പോഴാണ് നമ്മൾ ഭയപ്പെടുന്നത്. അതുകൊണ്ടാണ് ഇന്ന് രാവിലെ നമ്മൾ ഈ ദൈവവചനം ധ്യാനിക്കുമ്പോൾ നമ്മൾ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കേണ്ടത് ഇതാണ്, പിതാവേ, ഈ കേൾക്കുന്ന വചനം എൻ്റെ അകത്തുനിന്ന് ജീവനായി വെളിപ്പെടട്ടെ. അപ്പോൾ അങ്ങിന്ന് എന്നെ വിളിക്കുന്നുവെങ്കിൽ, അങ്ങനോട് ചിലത് ഇടപെടുന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് നടക്കുവാനുള്ളൊരു കൃപ എൻ്റെ മേലൊന്ന് പകർന്നു തരണം. കാരണം ദൈവം വളരെ സ്പെസിഫിക് ആക്കി പറയുവാണ്, നിനക്ക് കഴിക്കുവാനും കുടിക്കുവാനും ഒക്കെ കരുതുവാൻ ഞാൻ വിശ്വസ്തനാണ്. നമുക്കൊരു വാക്യം കൂടെ വായിക്കാം. ആവർത്തന പുസ്തകം 1:31-33 വരെയുള്ള വാക്യങ്ങൾ. ഒരു മനുഷ്യൻ തൻ്റെ മകനെ വഹിക്കുന്നത് പോലെ നിങ്ങൾ ഈ സ്ഥലത്ത് എത്തുവോളം നടന്ന എല്ലാ വഴിയിലും നിങ്ങളുടെ ദൈവമായ യഹോവ നിങ്ങളെ വഹിച്ചുവെന്ന് നിങ്ങൾ കണ്ടുവല്ലോ എന്ന് പറഞ്ഞു. ഇതെല്ലാമായിട്ടും പാളയമിറങ്ങേണ്ടതിന് നിങ്ങൾക്ക് സ്ഥലം അന്വേഷിപ്പാനും നിങ്ങൾ പോകേണ്ട വഴി നിങ്ങൾക്ക് കാണിച്ചു തരുവാനും രാത്രി അഗ്നിയിലും പകൽ മേഘത്തിലും നിങ്ങൾക്ക് മുമ്പായി നടന്ന നിങ്ങളുടെ ദൈവമായ യഹോവയെ നിങ്ങൾ വിശ്വസിച്ചില്ല. നമുക്ക് 31-ാമത്തെ വാക്യത്തിൻ്റെ അകത്ത് നിങ്ങൾ ശ്രദ്ധിച്ചാൽ അവിടെ ഇങ്ങനെ പറയുന്നത്, ഒരു പിതാവ് ഒരു മകനെ
തോളിലെടുത്ത് നടന്നതുപോലെ ഞാൻ നിങ്ങളെ നടത്തിയില്ലയോ? ഇതാരോടാ പറയുന്നത്? ഇസ്രായേൽ ജനത്തോട്. നമ്മൾക്ക് നമ്മുടെ കുഞ്ഞുങ്ങളെ കൊണ്ട് നടക്കുമ്പോൾ നമുക്കറിയാം അല്ലേ, നമ്മുടെ കുഞ്ഞുങ്ങളെ നമ്മൾ തോളോട് ചേർത്ത് നടന്നതുപോലെ ദൈവം എന്നെയും നിങ്ങളെയും നടത്തുന്നു എന്നതായി പറഞ്ഞത്. പലപ്പോഴും നമുക്ക് ഇത് മനസ്സിലാകാത്തതിൻ്റെ ഒരു കാര്യം, നമ്മൾ ജീവിക്കുന്ന ഈ ലോകത്ത് നമ്മളോട് പറഞ്ഞ് പഠിപ്പിക്കുന്നതും നമ്മുടെ കുഞ്ഞുങ്ങളോട് പറഞ്ഞ് പഠിപ്പിക്കുന്നതുമായൊരു കാര്യമുണ്ട്, എത്രയും വേഗം നമ്മൾ ഇൻഡിപെൻഡൻ്റ് ആകണമെന്ന് അല്ലേ. പക്ഷെ ഇവിടെ പറയുന്നത് നിങ്ങൾ ദൈവത്തിൽ ഡിപ്പെൻഡൻ്റ് ആകണമെന്നാണ്. പക്ഷെ ഇൻഡിപെൻഡൻ്റ് ആകണമെന്ന് പറയുന്നതിൻ്റെ കാരണം, നമ്മൾ പഠിച്ച് ചിന്തിക്കുന്ന ഒരു കാര്യം, അയ്യോ ഞാൻ ആരെങ്കിലും ഒന്ന് ആശ്രയിച്ചു പോയാൽ പിന്നെ ഞാൻ വിലയില്ലാത്തവനായി പോകും. ഞാൻ നിങ്ങളോടൊരു കാര്യം പറയട്ടെ, ഇത് പിശാചിൻ്റെ ഒരു തന്ത്രമാണ്. പിശാച് നമ്മളെ കളിപ്പിക്കുവാൻ വേണ്ടി, ഈ ലോകത്തിൻ്റെ പുറകിൽ പോകുവാൻ വേണ്ടി നമ്മുടെ അകത്തിടുന്ന ഒരു ബുദ്ധിയാണ്. പക്ഷെ ഇന്ന് രാവിലെ ഈ ദൈവവചനം നിങ്ങളുടെ ഹൃദയത്തിൻ്റെ അകത്തുനിന്ന് ഇറങ്ങണം. എന്നെയും നിങ്ങളെയും വിളിച്ച് ഈ ക്രിസ്തു പറയുന്നൊരു കാര്യമുണ്ട്, ഞാൻ നിങ്ങളെ ഒരു പിതാവ് ഒരു മകനെ തോളിലേറ്റി നടത്തുന്ന പോലെ നിങ്ങളെ നടത്തുവാൻ ഞാൻ വിശ്വസ്തനാണ്. പക്ഷെ എൻ്റെ കുഞ്ഞിനെ ഞാൻ തോളിലോട്ട് എടുക്കുമ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, എൻ്റെ കുഞ്ഞ് പറയുകയാണ്, വേണ്ട അവിടെ ഒന്നും ഇരിക്കണ്ട, ഞാൻ അങ്ങോട്ട് ഓടിക്കോളാം എന്ന് പറഞ്ഞാൽ ഇല്ലേ. ഇന്ന് പലപ്പോഴും പറ്റുന്നത് അതാണ്. ഇന്ന് പലരെയും ദൈവം അടുത്തോട്ട് വിളിച്ചു പിടിക്കുന്നുണ്ട്, ദൈവത്തിന് പലതും ചെയ്യണമെന്നുണ്ട്. പക്ഷേ എനിക്ക് എൻ്റെ വഴി, എൻ്റെ ഇഷ്ടം എന്ന് പറഞ്ഞ് നടക്കുമ്പോൾ ദൈവത്തിൻ്റെ കരത്തിൻ്റെ അത്ഭുതങ്ങൾ കാണുവാൻ പലപ്പോഴും എനിക്ക് കഴിയത്തില്ല. നമ്മൾ വിശ്വസിക്കുന്നുണ്ട് എനിക്കൊരു പിതാവുണ്ടെന്ന്, ആ പിതാവ് എനിക്ക് വേണ്ടി കരുതുമെന്നുള്ള ആ ബോധ്യം നമ്മുടെ അകത്തുണ്ടാകണമെങ്കിൽ ചില സമയങ്ങളിൽ നമ്മളെ അങ്ങനെ ചില സാഹചര്യത്തിൻ്റെ അകത്ത് കൊണ്ട് ദൈവം ഇറക്കിയെന്ന് വരും. ആ സാഹചര്യമാണ് നമ്മളെ പലപ്പോഴും ഭയപ്പെടുത്തുന്നത്. അതാണ് നമ്മുടെ പ്രാർത്ഥനയുടെ കാരണവും. നമ്മൾ പലപ്പോഴും പ്രാർത്ഥിക്കുന്നത്, പിതാവേ അങ്ങനത്തെ സാഹചര്യങ്ങളിൽ എന്നെ കൊണ്ട് ഇറക്കരുതെന്നാണ്. പക്ഷെ പലപ്പോഴും നമ്മൾ ദൈവത്തിൻ്റെ കൂടെ നടക്കുമ്പം ദൈവം നമ്മളെ അവിടെ കൊണ്ട് നിർത്തുന്നതിൻ്റെ കാരണം ദൈവത്തിനൊന്ന് കാണിക്കണം, ഞാൻ നിന്നെ നടത്തുവാൻ മതിയായവനാണ്. നമ്മൾ ഈ ഇസ്രായേൽ ജനത്തെക്കുറിച്ച് പഠിക്കുമ്പോൾ ആ 10 ലക്ഷം പേരെയും ദൈവത്തിന് നടത്തുവാൻ കഴിയുമെങ്കിൽ എന്നെയും നിങ്ങളെയും നടത്തുവാൻ ഈ ദൈവത്തിന് കഴിയത്തില്ലയോ എന്ന് ചിന്തിച്ച് നോക്കിക്കേ. ഇനിയും ഈ വഴിയുടെ പ്രത്യേകതയും കൂടെ നമുക്ക് നോക്കിയിട്ട് തിരിച്ചു വരാം. യെശയ്യാ 35 അതിൻ്റെ 8 തൊട്ട് 10 വരെയുള്ള വാക്യങ്ങൾ. യെശയ്യാ 35 8 തൊട്ട് 10 വരെയുള്ള വാക്യങ്ങൾ. അവിടെ ഒരു പെരുവഴിയും പാതയും ഉണ്ടാകും, അതിന് വിശുദ്ധ വഴി എന്ന് പേരാകും. ഒരു അശുദ്ധനും അതിൽ കൂടി കടന്നു പോകുകയില്ല, അവൻ അവരോട് കൂടെ ഇരിക്കും. വഴിപോക്കർ ഭോഷന്മാർ പോലും വഴി തെറ്റിപ്പോകുകയില്ല. ഒരു സിംഹവും അവിടെ ഉണ്ടാകുകയില്ല, ഒരു ദുഷ്ടമൃഗവും അവിടെ കയറി വരികയില്ല. ആ വകയെ അവിടെ കാണുകയില്ല. വീണ്ടെടുക്കപ്പെട്ടവർ അവിടെ നടക്കും. ആമേൻ. നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടോ? നമ്മൾ പോകുന്ന ഈ വഴിക്കൊരു പേരുണ്ട്. ഈ ഇടുക്കമുള്ള വഴി, അതിൻ്റെ പേര് വിശുദ്ധമായ വഴി. അവിടെ എഴുതിയിരിക്കുന്നത് ആരാണ് ആ വഴി കൂടെ പോകുന്നത്? വീണ്ടെടുക്കപ്പെട്ടവർ. ഹല്ലേലൂയ. ഇന്ന് രാവിലെ നമ്മൾ ഈ ദൈവസന്നിധിയിൽ ഇരിക്കുമ്പോൾ ഞാനും നിങ്ങളും മനസ്സിലാക്കണം, നമ്മൾ പാപികളായിരുന്ന എന്നെയും നിങ്ങളെയും ഈ ക്രിസ്തു വീണ്ടെടുത്ത് ഈ വിശുദ്ധമായ വഴിയിൽ നടക്കുവാൻ നമ്മളെ യോഗ്യരാക്കി. നമ്മളാരും വിശുദ്ധരായിട്ടല്ല, നമ്മളാരും നീതിമാന്മാരായിട്ടല്ല. എൻ്റെ ദൈവം തൻ്റെ രക്തത്താൽ നമ്മളെ വീണ്ടെടുത്ത് നമ്മളെ യോഗ്യരാക്കി ഈ വഴിക്കകത്ത് നടത്തുവാണ്. ഞാനും നിങ്ങളും കടന്നു പോകുന്ന ഈ വഴിയുടെ പേര് വിശുദ്ധമായ വഴി. നമ്മൾ ആ വാക്യം വായിക്കുമ്പോൾ അവിടെ എഴുതിയിരിക്കുന്നത്, ഈ വഴിയിൽ നടക്കുന്ന ആരും വീണു പോകത്തില്ല. ഹല്ലേലൂയ. അവിടെ എഴുതിയിരിക്കുന്നത് നിങ്ങൾ ശ്രദ്ധിക്കണം. എന്തുകൊണ്ടാണെന്നറിയാമോ? നിങ്ങൾക്ക് ബുദ്ധി കൂടിയതുകൊണ്ടല്ല, നിങ്ങൾക്ക് കഴിവ് കൂടിയതുകൊണ്ടല്ല, നിങ്ങൾക്ക് കാശ് കൂടിയതുകൊണ്ടല്ല. നിങ്ങൾക്കൊരു കഴിവില്ലേലും നടത്തുന്ന ഒരു ദൈവം എൻ്റെ കൂടെയുണ്ട്. ഹല്ലേലൂയ. വിളിച്ച ദൈവം ഈ വഴിക്കകത്തുണ്ട്. അതാ നമ്മുടെ ബലം. അതുകൊണ്ട് അവിടെ എഴുതിയിരിക്കുന്നത്, സിംഹവും മറ്റൊന്നും നമ്മൾ പേടിക്കേണ്ട ആവശ്യമില്ല. കാരണം ഈ നാഥൻ നമ്മുടെ കൂടെ നടക്കുകയാണ്. നമ്മുടെ ജീവിതത്തിനകത്ത് പ്രയാസങ്ങൾ വരട്ടെ, വിഷമങ്ങൾ വരട്ടെ, സങ്കടങ്ങൾ വരട്ടെ, പക്ഷെ നിങ്ങൾ ഉറപ്പ് വരുത്തേണ്ട ഒരു കാര്യം, ഞാൻ നടക്കുന്ന വഴി വിശുദ്ധമായ വഴിയാണോ? ഈ വിശുദ്ധമായ വഴിയിലാണ് നമ്മൾ നടക്കുന്നതെങ്കിൽ എൻ്റെ നാഥൻ നമ്മളെ എത്തിക്കും അവിടെ.
ആ ഉറപ്പിലായിരിക്കണം ഞാനും നിങ്ങളും നടക്കേണ്ടത്. കാരണം ഈ വഴിയുടെ പ്രത്യേകത എഴുതുമ്പോൾ ഞാനും നിങ്ങളും മനസ്സിലാക്കേണ്ടത് ഇതാണ്: എൻ്റെ യോഗ്യതയല്ല എന്നെ ഈ വഴിയിലെത്തിച്ചത്, എൻ്റെ ദൈവത്തിൻ്റെ സ്നേഹമാണ്. ആ ദൈവ സ്നേഹമാണ് എന്നെ ഈ വഴിയിലെത്തിച്ചതെങ്കിൽ ആ സ്നേഹം എന്നെ കരുതത്തില്ലയോ? ആ സ്നേഹം എന്നെ വഴി നടത്തത്തില്ലയോ? ഇന്ന് രാവിലെ നമ്മൾ ഈ വചനം ധ്യാനിക്കുമ്പോൾ നമ്മുടെ അകത്ത് ഈ ഉറപ്പൊന്നുണ്ടാകട്ടെ. ഇനിയും നമ്മൾ ആവർത്തന പുസ്തകത്തിൽ വന്ന് നമുക്ക് തിരിച്ചു വരാം. അവിടെ രണ്ടാമത് എഴുതിയിരിക്കുന്നൊരു കാര്യം എന്നെ ഏറെ ചിന്തിപ്പിച്ചൊരു കാര്യമായിരുന്നു. ഇങ്ങനെ എഴുതിയിരിക്കുന്ന, ദൈവം ഇവരെ ക്യാമ്പ് ചെയ്യാൻ തീരുമാനിക്കുന്ന സ്ഥലം ദൈവം പോയി അന്വേഷിക്കുമായിരുന്നു. നിങ്ങൾ ശ്രദ്ധിച്ചോ? അത് ഞാൻ സാധാരണ വിചാരിച്ചത് ഇവർ യാത്ര ചെയ്യുമ്പോൾ എവിടെയാണോ നിൽക്കുന്നത് അവിടെ അങ്ങ് നിൽക്കും. പക്ഷെ അങ്ങനല്ല. നമ്മളൊക്കെ ടൂറിന് പോകാൻ നേരം എവിടെയെങ്കിലും പോകണമെന്ന് വിചാരിക്കുക, നമ്മൾ ചുമ്മാ കണ്ണടച്ചങ്ങ് ഇറങ്ങുവാണോ? അല്ല, നമുക്കൊരു പ്ലാനൊക്കെ ഉണ്ട് എവിടെ ആയിരിക്കണം. കാരണം നമ്മൾ നോക്കുന്നത് എന്താണ്? ഫാമിലിക്ക് പറ്റിയതാണോ, അവിടെ അടുത്ത് എന്തെങ്കിലുമൊക്കെ ഉണ്ടോ, ഹോട്ടലുണ്ടോ, നെറ്റുണ്ടോ, എല്ലാം തപ്പും. ദൈവത്തിൻ്റെ വചനം പറയുവാണ്, എൻ്റെ പിതാവ് ഈ ജനത്തെയും കൊണ്ട് ഇറങ്ങി ചെല്ലുമ്പോൾ എൻ്റെ ദൈവം പോയി അന്വേഷിക്കുമായിരുന്നു അവരെ അവിടെ ക്യാമ്പ് ചെയ്യാൻ പറ്റുമോ എന്ന്. ഇതൊക്കെ എന്നോടും നിങ്ങളോടും പറയുന്നത് എന്താണെന്നറിയാമോ? ഞാനും നിങ്ങളും സേവിക്കുന്ന ഈ സ്വർഗസ്ഥനായ പിതാവിൻ്റെ സ്വഭാവം. ഈ പിതാവിനെയാണ് പലപ്പോഴും നമ്മൾ തള്ളിക്കളഞ്ഞിട്ട് നടക്കുന്നത്. അതുകൊണ്ട് അവിടെ എഴുതിയിരിക്കുന്നത്, ഇരുട്ടിന് ദൈവം വെളിച്ചമായിരുന്നു. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കേ, നമ്മൾ കുറച്ച് ഒരു 2 മാസം മുന്നേ ഭയങ്കര സൂര്യപ്രകാശമാണ്, അപ്പം വീട്ടിൽ തന്നെ ഇരിക്കണമെന്ന് പറയുന്നു. ഈ ഇസ്രായേൽ ജനം മരുഭൂമിയിൽ കൂടെ നടന്നത്, അവിടെയും ദൈവം അവർക്ക് തണലായിരുന്നു. ഇന്ന് രാവിലെ നമ്മൾ ഈ ദൈവവചനം ധ്യാനിക്കുമ്പോൾ എന്നോടും നിങ്ങളോടും പരിശുദ്ധാത്മാ പറയുന്നത് എന്താണെന്നറിയാമോ? ഐ എം എ ഫാദർ ഹൂ കെയർസ് ഫോർ യു. നിങ്ങൾക്ക് വേണ്ടി കരുതുന്ന ഒരു സ്വർഗസ്ഥനായ പിതാവ്. അതേത് ഡീറ്റെയിലും ചെയ്യുവാൻ എൻ്റെ ദൈവത്തിന് കഴിയും. അത് ഏറ്റവും ചെറുതാകട്ടെ ഏറ്റവും വലുതാകട്ടെ, നിങ്ങളുടെ ആവശ്യങ്ങൾ അത് കരുതുവാൻ എൻ്റെ ദൈവം വിശ്വസ്തനാണ്. ഞാൻ പല പ്രാവശ്യം ഇത് ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിലും ഇതിനോട് ചേർന്ന് വരുന്നത് കൊണ്ട്, ഒരു കർത്തൃദാസൻ ഗുജറാത്തിൽ ദൈവവേല ചെയ്യുമ്പോൾ തൻ്റെ കുഞ്ഞൊന്ന് സ്കൂളിൽ പോയി തിരിച്ചു വന്ന സമയത്ത് ആ കുഞ്ഞിൻ്റെ യൂണിഫോം കീറി. അപ്പം ആ കീറിയ തുണി ഇനി നാളെ കുഞ്ഞിന് സ്കൂളിൽ പോകാൻ പറ്റത്തില്ല. അപ്പോൾ ആ പിതാവ് ഒരു നിമിഷം ഇങ്ങനെ ചിന്തിച്ചു, ദൈവമേ ഇനി എന്ത് ചെയ്യും? ഇങ്ങനെ ചിന്തിക്കുന്ന സമയത്ത് ഒരു പോസ്റ്റ്മാൻ വന്ന് ഒരു ലെറ്റർ കൊടുത്തു. ആ ലെറ്ററിൻ്റെ അകത്ത് കാശ് ഉണ്ടായിരുന്നു. ആ കാശിന് സൈഡിൽ ഇങ്ങനെ എഴുതി, ഫോർ യുവർ ചൈൽഡ്സ് യൂണിഫോം. അന്നത്തെ കാലത്ത് ഒരു ലെറ്റർ അയച്ച് അങ്ങ് എത്തണമെങ്കിൽ കുറഞ്ഞത് 1 മാസം എടുക്കും. ഞാനും നിങ്ങളും മനസ്സിലാക്കണം, ഇതാണ് എൻ്റെ ദൈവത്തിൻ്റെ കരുതലുകൾ. ഇന്നായിരിക്കും നമ്മുടെ ആവശ്യം വന്നത്, പക്ഷേ ഈ ആവശ്യം കാണുകയും അറിയുകയും ചെയ്യുന്ന ഒരു സ്വർഗസ്ഥനായ പിതാവാണ് പറയുന്നത്, കുഞ്ഞെ ഞാൻ നിനക്ക് വേണ്ടി കരുതാം. ഇന്ന് ഈ ബോധ്യം നമ്മുടെ അകത്തൊന്നുണ്ടാകട്ടെ. ആ കരുതലിന് വേണ്ടി നമ്മുടെ ജീവിതത്തെ ഒന്ന് സമർപ്പിക്കാമോ? നമുക്ക് ദൈവത്തോട് പറയാമോ, പിതാവേ ഞാൻ എൻ്റെ ജീവിതം ദൈവസന്നിധിയിൽ സമർപ്പിക്കുകയാണ്. എന്തിനാണെന്നറിയാമോ? ഞാൻ ഇന്ന് കടന്നു പോകുന്ന വഴി എനിക്ക് ദുഃഖമാണ്, പക്ഷേ ഞാൻ തിരിച്ചറിയുന്നു, ഞാൻ കടന്നു പോകുന്ന വഴിയിൽ എന്നെ കരുതുവാൻ ഒരു സ്വർഗസ്ഥനായ പിതാവുണ്ട്. നമുക്ക് അവിടെ നിന്ന് താഴോട്ട് വരുമ്പോൾ മത്തായി 7 അതിൻ്റെ 11 വാക്യം വായിക്കാം. അങ്ങനെ ദോഷികളായ നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് നല്ല ദാനങ്ങളെ കൊടുപ്പാൻ അറിയുന്നു എങ്കിൽ സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് തന്നോട് യാചിക്കുന്നവർക്ക് നന്മ എത്രയധികം കൊടുക്കും. അടുത്ത വാക്യം കൂടെ. മനുഷ്യർ നിങ്ങൾക്ക് ചെയ്യണമെന്ന് നിങ്ങൾ ഇച്ഛിക്കുന്നതൊക്കെയും നിങ്ങൾ അവർക്കും ചെയ്യുവിൻ. ന്യായപ്രമാണവും പ്രവാചകന്മാരും ഇതുതന്നെ. ആമേൻ. അപ്പോൾ അടുത്തത് നമ്മൾ ശ്രദ്ധിക്കുന്നത്, we have a heavenly father who gifts us. നമുക്ക് നമ്മളെ ഗിഫ്റ്റ് ചെയ്യുന്ന ഒരു സ്വർഗസ്ഥനായ പിതാവ്. എന്താണ് ഈ ഗിഫ്റ്റ് ചെയ്തത്? ഞാൻ എന്ത് ചോദിച്ചാലും തരുമെന്നാണോ? അല്ല. ലൂക്കോസിൻ്റെ അകത്ത് ഇങ്ങനെ പറയുന്നത്, മൈ ഫാദർ ഹാസ് ഗിവൺ us the Holy Spirit. നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടോ? നമുക്ക് പരിശുദ്ധാത്മാവിനെ തന്നിരിക്കുകയാണ്. തൃത്വത്തിൽ ഒരാളായ പരിശുദ്ധാത്മാവ് എൻ്റെയും നിങ്ങളുടെയും കൂടെയുണ്ട്. അപ്പം നമ്മൾ ശ്രദ്ധിക്കണം, യേശു ഈ ഇടുക്കമുള്ള വഴി പറയുന്നതിന് മുന്നേ സ്വർഗസ്ഥനായ പിതാവിനെക്കുറിച്ച് പറഞ്ഞ കാര്യങ്ങളാണ് നമ്മൾ ഒരുമിച്ച് ചിന്തിച്ചത്. ഈ സ്വർഗസ്ഥനായ പിതാവ് നമ്മളെ കാണുന്നുണ്ട്, നമ്മളെ അറിയുന്നുണ്ട്, നമ്മളെ റിവാർഡ് ചെയ്യുന്നുണ്ട്, നമ്മളെ കരുതുന്നുണ്ട്, നമ്മളെ ഗിഫ്റ്റ് ചെയ്തിരിക്കുകയാണ്. എന്താണ് ഗിഫ്റ്റ് ചെയ്തത്? പരിശുദ്ധാത്മാവിനെ. എന്ന് പറഞ്ഞാൽ
ഈ പരിശുദ്ധാത്മാവിനെ എന്തിനാ തന്നതെന്നറിയാമോ? നമ്മൾ താഴോട്ട് വായിക്കുമ്പോൾ അതിനാണ് നമ്മൾ വായിച്ച വാക്യം. നമ്മുടെ മുന്നിൽ ഒരു 2 വഴിയുണ്ട്. ഈ വഴി എങ്ങനെയാണ് നമ്മൾ തിരഞ്ഞെടുക്കുന്നതെന്നറിയാമോ? നമ്മുടെ കൂടെയുള്ള ഈ പരിശുദ്ധാത്മാവ്. ഈ പരിശുദ്ധാത്മാവ് പറഞ്ഞു തരുന്നത്, കുഞ്ഞെ നേരായ വഴി ഏത്? ഞാനല്ല തിരഞ്ഞെടുക്കുന്നത്, എൻ്റെ കൂടെ വരുന്ന പരിശുദ്ധാത്മാവ്. തീർന്നില്ല, നമ്മൾ താഴോട്ട് വായിക്കുമ്പോൾ അവിടെ എഴുതിയിട്ടുണ്ട് നമ്മൾ ഫലം കായ്ക്കണം. എങ്ങനെ ഫലം കായ്ക്കുന്നതെന്ന് അറിയാമോ? ഈ പരിശുദ്ധാത്മാവ് എന്നിൽ ഉള്ളത് കൊണ്ട് ഞാൻ ഫലം കായ്ക്കും. കാണുന്നുണ്ടോ? 3 അവിടെ എഴുതിയിരിക്കുന്നത്, ദൈവത്തിൻ്റെ ഹിതം ഞാൻ എങ്ങനെ അറിയുമെന്നറിയാം? പരിശുദ്ധാത്മാവ് എൻ്റെ കൂടെ ഉള്ളത് കൊണ്ട്. 4 ക്രിസ്തു എന്ന അടിസ്ഥാനത്തിൻ്റെ മേൽ എൻ്റെ ഈ ജീവിതത്തിൽ ഞാൻ എങ്ങനെ പണിയുന്നതെന്നറിയാമോ? എൻ്റെ കൂടെയുള്ള പരിശുദ്ധാത്മാവ്. എത്ര മനോഹരമല്ലേ ദൈവമക്കളെ! ഞാനും നിങ്ങളും ഒറ്റയ്ക്കല്ല. നമ്മളൊരു ഇടുക്കമുള്ള വഴിയിൽ കൂടെ കടന്നു പോകുക എന്ന് പറഞ്ഞാൽ നമ്മളെ കരുതുന്ന ഒരു സ്വർഗസ്ഥനായ പിതാവ്. അപ്പോൾ തന്നെ നമ്മുടെ കൂടെ പരിശുദ്ധാത്മാവ്. ഈ പരിശുദ്ധാത്മാവ് നമ്മുടെ കൂടെ ഉണ്ട് എന്ന് പറഞ്ഞാൽ ഞാനും നിങ്ങളും ഇനിയും ഒറ്റയ്ക്കല്ല നടക്കുന്നത്. ദൈവം തന്നെ നമ്മുടെ കൂടെ വസിക്കുകയാണ്. മറ്റൊരർത്ഥത്തിൽ ഇന്ന് ഈ ദൈവവചനം കേൾക്കുമ്പോൾ ഒരുപക്ഷെ എത്ര ഭാരത്തോടെ നിങ്ങൾ ഇതിനകത്തിരുന്നാലും, നിങ്ങൾ ഒറ്റയ്ക്കാണെന്ന് തോന്നിയാലും, നിങ്ങളുടെ അകത്ത് ഈ ബോധ്യമുണ്ടാകട്ടെ, ഐ ആം നോട്ട് എലോൺ. എന്തുകൊണ്ട്? പിതാവും പരിശുദ്ധാത്മാവും എൻ്റെ കൂടെയുണ്ട്. അങ്ങനെങ്കിൽ ഞാൻ എന്തിനെ ഭയപ്പെടണം? നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിയേ, ഞാൻ എന്തിനെ ഭയപ്പെടണം? നമ്മൾ മനുഷ്യരാണ്, പലപ്പോഴും നമുക്ക് ഭയം വരും. പക്ഷേ അവിടെയാണ് ഈ ദൈവത്തിൻ്റെ വചനം എന്നോടും നിങ്ങളോടും പറയുന്നത്, ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ട്, നിങ്ങൾ ഭയപ്പെടേണ്ട. അതുകൊണ്ടാണ് നമ്മൾ ഈ വചനം വായിച്ചു വരുമ്പോൾ അവിടെ യേശു മറ്റൊരിടത്ത് ഇങ്ങനെ പറഞ്ഞു, സ്ട്രൈവ് ടു എൻറ്റർ ദ നാരോ ഗേറ്റ്. ഈ ഇടുക്കമുള്ള വഴിയിൽ നമ്മൾ കയറുവാൻ നമ്മൾ സ്ട്രൈവ് ചെയ്തേ പറ്റത്തുള്ളൂ. എന്തുകൊണ്ടാണ് ഈ സ്ട്രൈവ് ചെയ്യണമെന്ന് പറഞ്ഞാൽ? കാരണം ദിസ് ഈസ് ദ വേ ഓഫ് ലൈഫ്. ഇവിടെയാണ് ഞാൻ എൻ്റെ പിതാവിനെ അറിയുന്നത്, ഇവിടെയാണ് ഞാൻ ഈ പരിശുദ്ധാത്മാവിനെ അറിയുന്നത്. അവിടെയാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്, പിതാവേ ഈ ഇടുക്കമുള്ള വഴി അങ്ങ് എനിക്ക് കാണിച്ചു തരുമ്പോൾ അതിൽ നടക്കുവാനൊരു കൃപ എൻ്റെ മേൽ തരണം. അതുകൊണ്ട് നമ്മൾ ഉൽപ്പത്തി തൊട്ട് വായിക്കുമ്പോൾ നമ്മളോടൊരു അബ്രഹാമിനെ കാണാം. അബ്രഹാമിനോട് ഈ ഇടുക്കമുള്ള വഴിയിൽ കൂടെ കടന്നു പോകാൻ പറയുമ്പോൾ തനിക്ക് കുടുംബമുണ്ട്, ഒരു ദേശമുണ്ട്, എല്ലാമുണ്ട്. പക്ഷേ ദൈവം പറയുകയാണ്, ഫോളോ മീ, ഫോളോ മീ. കാണുന്നുണ്ടോ? നമ്മൾ ഉൽപ്പത്തി പിന്നെയും അങ്ങോട്ട് മുന്നോട്ട് വരുമ്പം നമുക്ക് നോഹയെ കാണാൻ പറ്റുന്നുണ്ട്. ദൈവം ഒരു റെസ്പോൺസിബിലിറ്റി കൊടുത്തു. അതും ഒരു ഇടുക്കമുള്ള വഴിയാണ്. ഇതെങ്ങനെ ഞാൻ ഒറ്റയ്ക്ക് ചെയ്യും? ഈ ദേശത്തിന് മുന്നിൽ ഞാൻ എങ്ങനെ ചെയ്യും? ദ ലോർഡ് ഇസ് വിത്ത് ദം. ഇന്ന് രാവിലെ നമ്മൾ ഈ വചനം കേൾക്കുമ്പോൾ പരിശുദ്ധാത്മാവ് എന്നോടും നിങ്ങളോടും സംസാരിക്കുകയാണ്. ഈ ഇടുക്കമുള്ള വഴിയിൽ കൂടെ കടന്നു പോകാൻ നിങ്ങൾ ഭയപ്പെടേണ്ട. ഈ സ്വർഗസ്ഥനായ പിതാവ് നമ്മുടെ കൂടെ ഉണ്ട്. ഈ ദൈവം നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ നമ്മളെ നടത്തുവാൻ ദൈവം വിശ്വസ്തനാണ്. വചനം ഞാൻ പറഞ്ഞു നിർത്തുമ്പോൾ, ഡെട്രിക് ബോൺ ഹെഫർ എന്ന് പറഞ്ഞ ഒരു ജർമ്മൻ തിയോളജിയൻ പാസ്റ്റർ, ഹിറ്റ്ലറിൻ്റെ കാലത്ത് ജീവിച്ചിരുന്ന മനുഷ്യൻ. ആ മനുഷ്യൻ താൻ ദൈവത്തിൻ്റെ വേല ജർമ്മനിയിൽ ചെയ്യുമ്പോൾ അനേകരെ താൻ ക്രിസ്തുവിൽ നയിക്കുക മാത്രമല്ല, ആ കാലഘട്ടത്തിൽ അനേകരെ ബലപ്പെടുത്തി. തൻ്റെ എഴുത്തുകൾ വളരെ ഫേമസ് ആണ്. ദ കോസ്റ്റ് ഓഫ് ഡിസൈപ്പിൾഷിപ്പ് എന്നുള്ള പുസ്തകം വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു പുസ്തകമാണ്. കാരണം പ്രത്യേകിച്ചും ആ കാലഘട്ടത്തിൽ ഹിറ്റ്ലർ സഭകളെ മൊത്തം കീഴടക്കി വാഴുമ്പോൾ അതിൻ്റെ നടുവിൽ ക്രിസ്തു മാത്രമാണ് ദൈവമെന്നും ഒരൊറ്റ വഴിയുള്ളെന്ന് ഉറക്കെ പ്രസ്താവിച്ചൊരു മനുഷ്യനായിരുന്നു ഈ മനുഷ്യൻ ദൈവം തന്നെ അമേരിക്കയിലോട്ട് അയച്ചു. താൻ അവിടെ നിന്നുകൊണ്ട് അനേകരെ ബലപ്പെടുത്തുകയും ദൈവവചനം പറയുകയൊക്കെ ചെയ്തു. എന്നാൽ ആ കാലഘട്ടത്തിൽ തൻ്റെ ഹൃദയത്തിൻ്റെ അകത്ത് തനിക്ക് തോന്നി, ഇല്ല, ഞാൻ ഇവിടെയല്ല നിൽക്കേണ്ടത്, കഷ്ടത അനുഭവിക്കുന്ന ജനത്തോടൊപ്പം ഞാൻ നിൽക്കണം. അനേകർ തന്നോട് ഉപദേശിച്ചു, ബോണഫർ നീ തിരിച്ചു പോകരുത്, കാരണം കുറച്ചു കാലം കഴിയുമ്പോൾ ഈ സമയം അങ്ങ് മാറും, എന്നിട്ട് നീ അവിടെ പോയി സഭയെ നീ ബലപ്പെടുത്തണം, അത് അനേകർക്ക് അനുഗ്രഹമായിരിക്കും. പക്ഷെ ബോൺഹോഫറിൻ്റെ ഹൃദയത്തിൻ്റെ അകത്ത് ഈ ഒരു ഭാരം കടന്നു, ഇല്ല, ഞാൻ ജനം കഷ്ടപ്പെടുമ്പോൾ ഞാനിവിടെ സുഖിക്കുകയില്ല, ഐ നീഡ് ടു ഗോ ബാക്ക്. ഈ മനുഷ്യൻ തിരിച്ചു മടങ്ങിപ്പോയി. നമ്മൾ ചരിത്രം വായിച്ചാൽ മടങ്ങിപ്പോയ ബോൺഹോഫറിനെ ജർമ്മൻ പട്ടാളം പിടിച്ചു. അധികം കാലം കഴിയുന്നതിന് മുന്നേ തന്നെ അവർ കൊന്നുകളഞ്ഞു. പക്ഷേ ആ ജയിലിൽ തന്നോടൊപ്പം ഉണ്ടായിരുന്നവർ പറഞ്ഞു, വി ഹാവ് സീൻ എ മാൻ ഹു നോസ് ഗോഡ്. ദൈവത്തെ അറിയുന്നൊരു മനുഷ്യനെ ഞാൻ കണ്ടു. ഞാൻ എന്തിനാ ഇത് പറഞ്ഞതെന്നറിയാമോ? എൻ്റെയും നിങ്ങളുടെയും ജീവിതയാത്രയിൽ ചില ഇടുക്കമായ വഴിയിൽ കൂടെ കടക്കുവാൻ ചില ചോയ്സുകൾ നമ്മുടെ മുന്നിൽ വന്ന് നിൽക്കും.
നമ്മൾ പലപ്പോഴും ആ ചോയ്സസ് എടുക്കുമ്പോൾ അനേകർ നമ്മളെ നോക്കി പറഞ്ഞെന്ന് വരാം, നീ ഒരു മൂഢനാണെന്ന്. പക്ഷെ അതിനാണ് വചനം പറയുന്നത്, യു ആൻഡ് ഐ ആർ ഫൂൾസ് ഫോർ ക്രൈസ്റ്റ്. ക്രിസ്തുവിന് വേണ്ടി നമ്മൾ ഫൂൾസ് ആയെങ്കിൽ മാത്രമേ ദൈവത്തിൻ്റെ മഹത്വം വെളിപ്പെടുത്തുള്ളൂ. ഇന്നും ഈ ഡേട്രിക് ബോൺഹോഫറിനെ കുറിച്ച് ഞാൻ പറഞ്ഞതിൻ്റെ കാരണം, ഈ മനുഷ്യനൊരു ചോയ്സ് എടുത്തു, ദാറ്റ് ഐ വിൽ ബി എ ഫൂൾ ഫോർ ക്രൈസ്റ്റ്. ആ തെരഞ്ഞെടുപ്പാണ് ആ മനുഷ്യനെ നമ്മുടെ മുന്നിൽ ഒരു വിളക്കായി നിർത്തുന്നത്. ഇന്ന് രാവിലെ ഈ ദൈവവചനം നിങ്ങളുടെ മുന്നിൽ ഞാൻ പറയുമ്പോൾ എൻ്റെയും നിങ്ങളുടെയും പ്രാർത്ഥന ഇതാകട്ടെ, പിതാവേ, ഈ ഇടുക്കമുള്ള വഴിയിൽ കൂടെ കടന്നു പോകുവാൻ ഒരു കൃപ എൻ്റെ മേൽ പകർന്നു തരണം. എന്താ ആ കൃപയെന്നറിയാമോ? എനിക്കൊരു സ്വർഗസ്ഥനായ പിതാവുണ്ട്, എനിക്കൊരു ഉറപ്പുണ്ട് എന്നെ കരുതുവാൻ, എന്നെ നടത്തുവാൻ. തീർന്നില്ല, ദൈവത്തിൻ്റെ വചനം ഇങ്ങനെ പറഞ്ഞു, ഒരു പിതാവ് തൻ്റെ മകനെ തോളിൽ കയറ്റി നടത്തുന്ന പോലെ എന്നെ നടത്തുവാൻ എൻ്റെ ദൈവം വിശ്വസ്തനെന്ന് ബോധ്യം നമ്മുടെ അകത്തുണ്ടാകട്ടെ. ഈ ദൈവവചനത്താൽ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. താങ്ക് യു. ഇന്നത്തെ ഈ സന്ദേശം നിങ്ങൾക്ക് അനുഗ്രഹമായി തീർന്നു എന്ന് ഞങ്ങൾ ആത്മാർത്ഥമായി വിശ്വസിക്കുന്നു. ഇതുപോലെയുള്ള അനുഗ്രഹിക്കപ്പെട്ട സന്ദേശങ്ങൾ തുടർന്നും കേൾക്കുവാൻ ദയവായി ഞങ്ങളുടെ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതിലൂടെ ഇതുപോലെയുള്ള അനുഗ്രഹീതമായ സന്ദേശങ്ങൾ, ബൈബിൾ പഠനങ്ങൾ, നിങ്ങളെ പ്രചോദിപ്പിക്കുന്ന, ഉത്സാഹിപ്പിക്കുന്ന സാക്ഷ്യങ്ങൾ എന്നിവ കേൾക്കുവാൻ നിങ്ങൾക്കിടയായിത്തീരും. അതിലൂടെ നമ്മുടെ രക്ഷിതാവും കർത്താവും വീണ്ടെടുപ്പുകാരനുമായ യേശു കർത്താവുമായിട്ടുള്ള ദൃഢമായ ബന്ധത്തിൽ വളരുവാൻ അത് കാരണമായി തീരട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. മറക്കാതെ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ.